പാവർട്ടി സെന്ററിലെ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 2-ാം വാർഡ് മെമ്പർ സുമയ്യ തറയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് പരാതി നൽകി. ഇവിടെ കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് CITU തൊഴിലാളിയുടെ കാലിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നാലെ ചേർന്ന ഭരണസമിതി യോഗത്തിൽ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ ഉടമയ്ക്ക് നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണിയുടെ മറവിൽ കെട്ടിടത്തിന് മുകളിൽ മേൽക്കൂര നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നതെന്നും പഞ്ചായത്തിന്റെയോ മറ്റു ബന്ധപ്പെട്ട അധികൃതരുടെയോ അനുമതിയില്ലാതെയാണ് നിയമവിരുദ്ധമായി നിർമ്മാണം നടക്കുന്നതെന്നുമാണ് പരാതി. രാത്രിയുടെ മറവിലാണ് അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനംപ്രതി 100 ആളുകൾ സഞ്ചരിക്കുന്ന പാവർട്ടി സെന്ററിലെ ഈ കെട്ടിടം ഏറെക്കാലമായി ജീർണാവസ്ഥയിലാണ്. നിലവിൽ കെട്ടിടം ഉപയോഗശൂന്യമായ നിലയിലാണെന്നും ഏതു സമയത്തും അപകടം സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കെട്ടിടം പൊളിച്ചു നീക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാവർട്ടി പഞ്ചായത്തിലെ 2-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടോക്കടവ് റോഡിലെ ഈ ബിൽഡിങ്ങിൽ നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ സ്ലാബ് അടർന്ന് വീഴുകയും ഒരു തൊഴിലാളിയുടെ കാലുമേൽ വീണ് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭരണസമിതിയിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മെയിൻ്റനൻസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ബിൽഡിങ്ങിന് ബലക്ഷയമുള്ള കാരണം ഷീറ്റ് ഇടുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അത് മറികടന്നിട്ട് ഷീറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ ബലക്ഷയമുള്ള കാരണം ഷീറ്റ് ഇടലിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്ത് ആ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ അതിനെ മറികടന്നിട്ട് ഷീറ്റിൻ്റെ പരിപാടികൾ തുടങ്ങുകയും ചെയ്ത് ഇത് ഇനി നമ്മുടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബിൽഡിങ് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. നിയമവിരുദ്ധമായിട്ടാണ് ആ പണി ചെയ്തത്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ഒരു കാരണവശാലും പണി ചെയ്യരുതല്ല. ഇനി നമ്മൾ സെൻട്രൽ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ബിൽഡിങ് പൊളിച്ചു മാറ്റാനുള്ള ബിൽഡിങ്ങാണ്. ഇനി അതിൻ്റെ നിയമവിരുദ്ധമായിട്ട് അതും ഒന്നും ചെയ്യരുതെന്ന് നമ്മൾ പഞ്ചായത്തിലേക്ക് ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്.